ചർച്ചകൾ പ്രവൃത്തികളിലേക്ക് വഴി നടക്കട്ടെ. ജില്ലാ ആശുപത്രിക്കൊപ്പം ഉയരുന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ജനകൂട്ടായ്മയിലൂടെ ആംബുലൻസ് ഒരുങ്ങിയാലോ? നാടിന് നല്ലതല്ലേ? ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മതിയായ ആംബുലൻസ് സേവനം ലഭിക്കാത്ത സാഹചര്യവും രോഗികൾക്ക് പലപ്പോഴും സ്വകാര്യ ആംബുലൻസുകളെ ബന്ധപ്പെടേണ്ട അവസ്ഥയും നിലവിലുണ്ട്. ഈ പ്രശ്ന പരിഹാരത്തിനായാണ് 108 കനിവ് ആംബുലൻസ് സേവനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഈ വിഷയം ഒറ്റപ്പാലത്തെ പ്രാദേശിക ചർച്ചകളിൽ സജീവ പരിഗണന ലഭിച്ചിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പത്രദൃശ്യ മാധ്യമങ്ങൾ നൽകിയ വാർത്ത ചർച്ച ചെയ്യപ്പെടുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, പ്രാദേശിക ഉദ്യോഗസ്ഥ ആളുകളെല്ലാം തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒറ്റപ്പാലം ACV ന്യൂസ് ടീം. ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃകയായി പരിഹാരം കണ്ടെത്താൻ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്നവരാണ് ഒറ്റപ്പാലത്തെ ജനത. ഒരു വിഷയം വന്നാൽ അത് രാഷ്ട്രീയ ഭേദമന്യേ പരിഹാരം കണ്ടെത്താനുള്ള വഴികൾ കണ്ടെത്തി പല സാഹചര്യങ്ങളും കോവിഡ് കാലങ്ങളിലടക്കം ഒറ്റപ്പാലം അതിജീവിച്ചിട്ടുണ്ട്. ഒരു ആവശ്യം പറഞ്ഞു ചെന്നാൽ തിരസ്കരിക്കാത്ത ഒരുപാട് സുമനസ്സുകൾ ഒറ്റപ്പാലത്തുണ്ട്. വ്യാപാരി വ്യവസായികളടക്കം ഒരുപാട് സന്നദ്ധ സംഘടനകളുമുണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മതിയായ ആംബുലൻസ് സേവനം ലഭിക്കാത്ത സാഹചര്യവും അധിക ചാർജ് ഈടാക്കുന്ന സ്വകാര്യ ആംബുലൻസുകളെ സമീപിക്കേണ്ട അവസ്ഥയും ഒറ്റപ്പാലത്തിന്റെ കൂടി പ്രശ്നമാണ്. അങ്ങനെ ഏറ്റെടുത്ത കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു ആംബുലൻസ് ഒരുക്കി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകിയാൽ അത് അവിടെ എത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വളരെ ഉപകാരമാവും. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ? ശ്രമിച്ചു നോക്കിക്കൂടെ? ആശയം നല്ലതെങ്കിൽ ഒരാൾ മുൻപോട്ട് വന്നാൽ പിന്നെ ഒരുപാട് ആളുകൾ കൈത്താങ്ങായി എത്തുമെന്നുള്ളതിന് സംശയമില്ല. 100ലും 200ലും തുടങ്ങി വലിയ വലിയ സംഖ്യകൾ തരാൻ തയ്യാറാവുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കൊപ്പം ചേരുമെന്നുള്ളത് വാസ്തവമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഘോരഘോര പ്രസംഗിക്കുന്ന ഓരോരുത്തരും ഇതിനായി മുന്നിട്ടിറങ്ങിയാൽ മതി. ജില്ലാ ആശുപത്രിയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുങ്ങുമ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് സേവനം ലഭ്യമാവുന്നില്ല എന്ന പരാതിയും ഇല്ലാതാവേണ്ടേ? ആശയം നല്ലതാണെങ്കിൽ ഏറ്റെടുക്കാം.